ദേ നോക്ക്, ഞാൻ നിർമ്മിച്ച ഉപകരണം കണ്ടോ? ഹായ്, ഇത് നല്ല രസമുണ്ടല്ലോ. ഇത് എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഈ കുഴലിലൂടെ വെള്ളം ഒഴിക്കണം. വെള്ളം അശുദ്ധമാണെങ്കിൽ ഈ ലൈറ്റ് കത്തും. ശുദ്ധജലമാണെങ്കിൽ ദാ ഈ ലൈറ്റാണ് കത്തുക. ദേ നോക്ക്. ഇത് എന്ത് യന്ത്രമാണ്? ഞാൻ കണ്ടുപിടിച്ചതേ ഭൂകമ്പം അറിയാനുള്ള യന്ത്ര. ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോ ഈ യന്ത്രത്തിൽ അലാറം അടിക്കും. ഞാൻ കാണിച്ചു തരാം. ഇതെന്താ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. വെയിറ്റ് ചെയ്യൂ, നമുക്ക് ഒന്നും കൂടെ നോക്കാം. ആരും പേടിക്കണ്ട, അത് മക്തു നടന്നു വരുന്നതാ. നിന്റെ കണ്ടുപിടുത്തം എന്താ? ഓരോ ഉപകരണങ്ങളും കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരെ ഈ ഉപകരണം കണ്ടുപിടിച്ചു തരും. ഉദാഹരണത്തിന് ബൾബ് കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയാൻ ബൾബിന് മുകളിൽ തൊട്ടാൽ അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേര് അടുത്തുള്ള ബോൺ സ്ക്രീനിൽ തെളിയും. ദാ നോക്കിക്കേ. മക്തു, നീ ഉണ്ടാക്കിയ ഉപകരണം എന്താണെന്ന് കാണിച്ചേ. അത് നിങ്ങളെ ഒന്നും കാണിക്കില്ല. എന്റെ കണ്ടുപിടുത്തം നിങ്ങൾക്കൊരു സർപ്രൈസും ഷോക്കിംഗും ആയിരിക്കും. എന്നാലും ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ. ഇല്ലില്ല, ഞാൻ മിസ്സിനെ മാത്രമേ കാണിക്കൂ. അപ്പൊ നിങ്ങൾ കണ്ടാ മതി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. എല്ലാവരുടെയും എക്സ്പീരിയൻസ് റെഡി അല്ലേ? യെസ് മിസ്. ഗുഡ്. എങ്കിൽ ഓരോരുത്തരുടെ നോക്കട്ടെ. ഇനി മക്തൂൻ എക്സ്പെരിമെന്റ് കാണിക്കേ. മിസ്, ഈ ബോളിൽ 2 കൈകളും വെച്ചാൽ ഭാവിയിലെ കണ്ടുപിടുത്തങ്ങൾ കാണാം. മിസ്സിന് ഷോക്കിങ്ങും സർപ്രൈസുമായിരിക്കും. വെരി ഗുഡ്. നോക്കട്ടെ. മിസ് ബോളിൽ കൈവച്ച മതി. ഇതാണ് നിന്റെ സർപ്രൈസ് ആൻഡ് ഷോക്കിംഗ് ഉപകരണം. ഇപ്പൊ ഞങ്ങൾ മാത്രമല്ല, മിസ്സിനെ നീ ഷോക്ക് അടുപ്പിച്ചല്ലോ. ഹാപ്പി കിഡ് ടീച്ചറെ രക്ഷിക്കേ പ്ലീസ്. മക്തു, ഇനി ഇത്തരം എക്സ്പീരിയൻസ് ആയി ക്ലാസ്സിൽ വന്നാൽ അയ്യോ. ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കൊണ്ടുവന്ന് ലാമി, ലുവായ്, സെയിം ഇവർക്കാണ് സമ്മാനം. ഇനി നാളെ പാചക മത്സരമാണ്. ഏറ്റവും നല്ല കേക്ക് ഉണ്ടാക്കുന്ന ഗ്രൂപ്പിനാണ് സമ്മാനം. ഹായ്, ഉഗ്രൻ കേക്ക് ഉണ്ടാക്കാൻ എനിക്കറിയാം. ലാമി, എനിക്ക് കൂടി ആ രഹസ്യം ഒന്ന് പറഞ്ഞു തരുമോ? വൈകിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് കേക്ക് ഉണ്ടാക്കി നോക്കാം. 2 ഗ്രൂപ്പായിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ. മിസ്, ഞാനും ലുവായും സെയിമും ഒരു ടീമാ. ഓക്കെ, അടുത്ത ടീം. മിസ്, ഞാനും നിക്കും ഒരു ടീം. ഓക്കെ, അപ്പൊ നാളെ ഇവിടെ വന്ന് കേക്ക് ഉണ്ടാക്കണം. അതിനുള്ള സാധനങ്ങളുമായി വേണം ഇവിടെ വരാൻ. ഓക്കെ മിസ്. നോക്കിക്കോ, കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള സമ്മാനം ഞാൻ വാങ്ങും. മക്തു, എന്താ നീ ആലോചിക്കുന്നേ? നാളെ കേക്ക് ഉണ്ടാക്കുന്ന മത്സരത്തിൽ അവരെ തോൽപ്പിക്കണം. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ലാമി ഉഗ്രൻ കുക്ക. അവൾക്ക് അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ അറിയാം. അത് ഞാൻ ചോർത്തും. എന്നിട്ട് സമ്മാനം നമ്മൾ വാങ്ങും. നിക്കൂ, നീ വാ, നമുക്ക് അവരുടെ പിന്നാലെ പോവാം. എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. ഹാപ്പി കിഡ്, നീ വീട്ടിലേക്ക് വരുന്നോ? നാളത്തെ കേക്ക് ഉണ്ടാക്കൽ മത്സരത്തിന് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഞാൻ റെഡി. കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ബനാന കേക്ക് തന്നെ വേണം. അടിപൊളിയായിരിക്കും. നിന്നെ കൊണ്ടത് നടക്കുവോ? നിന്റെ പഴക്കൊല്ലി തീർന്നില്ലേ? സെയിം, ഹാപ്പി കിഡിന് ഞാൻ ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കി കൊടുക്കും. ലാമി, കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങണ്ടേ? എല്ലാം വീട്ടിലുണ്ട്. അപ്പോൾ വൈകിട്ട് നമുക്ക് അവിടെ കാണാം. ഒളിച്ചു നിന്ന് രഹസ്യങ്ങൾ കണ്ടുപിടിക്കണം. അയ്യോ, കേക്ക് ഉണ്ടാക്കിയ നീ ഒന്നും സമ്മാനം കൊണ്ടുപോവില്ല. അതിനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. നമുക്ക് വൈകിട്ട് അവരുടെ വീട്ടിൽ പോയി ഒളിഞ്ഞു നിന്ന് അവരുടെ പ്ലാൻ മനസ്സിലാക്കാം. ഇത്രയും മൈദക്ക് ഇത്രയും പഞ്ചസാരയാണ് വേണ്ടത്. പിന്നെ മുട്ട. ഈ പഴം കൂടി ഇട്ടോ. എന്റെ ഹാപ്പി കേക്ക്, നിനക്ക് പഴം വെച്ചുള്ള കേക്ക് പിന്നെ ഉണ്ടാക്കി തരാം. ഇനി ഈ എസൻസ് ചേർക്കണം. സെയിം, ഫ്രിഡ്ജിൽ നിന്ന് ആ മുട്ട എടുക്ക്.
ഹാപ്പി കിഡ് പൊട്ടാതെ പിടിച്ചതിന്. മുട്ടയെല്ലാം നിലത്ത് വീഴാതെ പിടിച്ചതിന് ഹാപ്പി കിഡിന് എന്റെ വക ഒരു സമ്മാനമുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ നമ്മുടെ കേക്ക് ഏകദേശം റെഡിയായി. നെക്സ്റ്റ് ഓവനിൽ വെക്കണം. ഓക്കെ, ഡൺ. അതുവരെ ഞാൻ സോങ് കേൾക്കാം. അവരുടെ പ്ലാനിങ് എന്താന്നറിയാം. അത് മാത്രം പോരാ, അവരുടെ കേക്കിന്റെ രഹസ്യം കൂടി കണ്ടുപിടിക്കണം. ഷോടോ, ഇനി എങ്ങനെ അകത്തേക്ക് കാണും? സെയിം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യൂ. ഓക്കേ. നീയൊന്ന് കുനിയെ, ഞാൻ നിന്റെ പുറത്ത് കേറട്ടെ. എന്ത് വെയിറ്റ് ആടാ നീ. ശബ്ദം ഉണ്ടാക്കാതെ അടങ്ങിയിരിക്കടാ. അയ്യോ, എന്തൊരു പുകയായത്. സെയിം, എന്താ ഒരു കരിഞ്ഞ മണം? ഞാൻ പറഞ്ഞതല്ലേ ചൂട് കുറച്ചിടാൻ. ഇങ്ങനാണ് നാളെ സമ്മാനം പോക്ക. അയ്യേ, നാളെ നമ്മൾ കലക്കും. സെയിം, ജനാല തുറക്ക്, പുക പുറത്തേക്ക് പോകട്ടെ. മക്തു, എന്തു പറ്റി കയ്യില്? ഷോ, ഇന്നലെ കേക്ക് ഉണ്ടാക്കാൻ പരിശീലിച്ചതാ, കൈയൊന്ന് പൊള്ളി. അയ്യോ, ദേ, എന്റെ കൈയും പൊള്ളി. എന്തൊരു പരിശീലനമായിരുന്നു ഇന്നലെ. അപ്പോ സമ്മാനം നിങ്ങൾക്കായിരിക്കും അല്ലേ? അത് പിന്നെ ചോദിക്കണോ? നിന്റെ കേക്കിന്റെ രഹസ്യം കയ്യില് വെച്ചോ. എനിക്ക് അതിനേക്കാൾ വലിയ റെസിപ്പി കിട്ടിയിട്ടുണ്ട്. ലിസൺ സ്റ്റുഡൻസ്, മത്സരം തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും നന്നായി കേക്ക് ഉണ്ടാക്കുന്ന ടീമിനായിരിക്കും അവാർഡും ട്രോഫിയും. പിന്നെ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനും പങ്കെടുക്കാം. ഓക്കെ, എന്നാൽ മത്സരം തുടങ്ങിക്കോളൂ. ലാമി, എങ്ങനെയുണ്ട് നോക്കട്ടെ. ഹായ്, ഡിലീഷ്യസ്, വെൽ ഡൺ. താങ്ക് യു മിസ്. മക്തു, കാണാൻ നന്നായിട്ടുണ്ട്. ഒരു പീസ് കേക്ക് തരൂ. താങ്ക് യു. എന്താ മക്തു ഇത്? ഉപ്പ് കേക്കോ? ഇതിന് ഒട്ടും മധുരമില്ല, ഉപ്പ് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ? Happy Kid. നിക്കു, ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യണം. എന്റെ രൂപം ടോട്ടൽ ചേഞ്ച് ആവണം. ആ ലാമി ലുവായി എല്ലാം കണ്ടാൽ ഹാപ്പി കിഡ് ആണെന്നേ പറയാവൂ. അത് ഞാനേറ്റു മക്തു. ഹാപ്പി കിഡ് പോലും നിന്നെ കണ്ട തിരിച്ചറിയില്ല. അതുപോലെ മതി, ധാരാളം മതി. നീ വേഗം പെയിന്റ് അടിക്ക്. കഴിഞ്ഞു. ഇനി ആ മാസ്ക് കൂടെ വെച്ചാ മതി. എവിടെ മാസ്ക്? ദാ ആ ഷെൽഫിലുണ്ട്. ആ,
ആഹാ ഇതുകൂടെ വെച്ചാ പിന്നെ മക്തു കറക്റ്റ് ഹാപ്പി കിട്ടായിരിക്കും. എങ്ങനെയുണ്ട് നിക്കു, അടിപൊളിയാണോ? വാവ്, സൂപ്പർ, ഫാന്റാസ്റ്റിക്. റിയലി? സംശയമുണ്ടെങ്കിൽ കണ്ണാടിയിൽ പോയി നോക്ക് മക്തു. വാവ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിക്കു. ഇത് ശരിക്കും ഞാൻ തന്നെയാണോ അതോ ഹാപ്പി കിട്ടോ? വാവ്, വാട്ട് എ ചേഞ്ച്. അതെ, ഈ വേഷം കെട്ടിയിട്ട് എന്താ പരിപാടി? ഫാൻസി ഡ്രസ് മത്സരത്തിന് പോവുകയാണോ? അതൊന്നുമല്ല നിക്കു, ഈ രൂപം വെച്ച് നമുക്ക് ലാമി ലുവായ് സെയിം ടീമിനെ ഒന്ന് പറ്റിക്കണം. ഒത്താൽ ഇന്ന് വയറ് നിറയെ ചിക്കൻ ബിരിയാണി കഴിക്കാം. അതെ, കിട്ടുന്നതിൽ പാതി എനിക്ക് തരണം. ഞാനാ ഈ കോലത്തിൽ നിന്നെ മാറ്റിയത്. അതൊക്കെ എനിക്ക് അറിയാം നിക്കു. കിട്ടുന്നത് 50-50. ഓക്കേ ഓക്കേ. ലാമി, ആദ്യമേ പറഞ്ഞേക്കാം, 6 അടിച്ചാൽ ഔട്ടാണേ. നീ പേടിക്കണ്ട ലുവായ്, ഞാൻ 4 അടിക്കും. റെഡി, ബോൾ ചെയ്യ്. ഞാൻ 4 അടിച്ചേ. എന്റെ ലാമി 4 അല്ലേ അടിച്ചത്, അല്ലാതെ ലോട്ടറി ഒന്നുമല്ലല്ലോ. ഇതിനാണോ ഇങ്ങനെ തുള്ളുന്നത്? കഷ്ടം, ബോൾ കാണുന്നില്ലല്ലോ. അടിച്ചവർ ബോൾ എടുക്കണം. ലാമി, ബോൾ എടുക്ക്. അത് പറ്റില്ല, വാ നമുക്ക് 3 പേർക്കും പോയി തിരിയാം. ഈ ലാമി എപ്പോഴും ഇങ്ങനെയാ, കുറ്റിക്കാട്ടിലേക്ക് ബോൾ അടിക്കും, എടുത്തു കൊണ്ടുവരാൻ മടിയും. ശരി, വാ നമുക്ക് തിരയാം. ഇവിടെ എങ്ങും ഞാൻ ബോൾ കാണുന്നില്ല. ഞാനും കാണുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? പേടിക്കണ്ടെന്നേ, ഞാനില്ലേ ഇവിടെ. അതാരാ? കേട്ടിട്ട് ആ മക്തുവിന്റെ ശബ്ദം പോലെയുണ്ട്. ശരിയാ, ആ മക്തുവിന്റെ വോയിസ് തന്നെയാ. അവൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഇനിയിപ്പോ അവനെ കൂടെ തിരയണോ? എനിക്ക് വയ്യ. അവന് നമ്മൾ എന്തിനാ തിരയുന്നത്? സെയിം മക്തു എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ ബോൾ തിരയാം. കറക്റ്റ്. തുടക്കം തന്നെ നീ കുളമാക്കി. ഞാൻ എന്ത് ചെയ്തു? നിന്റെ ശബ്ദം കേട്ടാൽ ഇത് മക്തുവാണെന്ന് അവർ തിരിച്ചറിയില്ലേ? അത് നീ മറന്നോ? അയ്യോ, അത് ശരിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു പണിയേ ചെയ്യാനുള്ളൂ. നീ സ്കൂളിൽ മിമിക്രി മത്സരത്തിലൊക്കെ 1ാം സ്ഥാനം വാങ്ങിയ ആളല്ലേ? അതെ, ഞാൻ പൂച്ചയുടെയും പട്ടിയുടെയും ശബ്ദം മിമിക്രി ചെയ്യും. പിന്നെ ട്രെയിനും. മണ്ണാങ്കട്ട മക്തു, ഇതൊന്നുമല്ല ഇവിടെ വേണ്ടത്. നീ ഹാപ്പി കിഡിന്റെ ശബ്ദത്തിൽ വേണം സംസാരിക്കാൻ. അയ്യോ, അതൊന്നും എനിക്ക് പറ്റില്ല. എങ്കിൽ ഈ വേഷം കെട്ടി വല്ല സർക്കസിലും പോ, അതാ നല്ലത്. നിക്കു പ്ലീസ്, അങ്ങനെ പറയല്ലേ. അവിടെ ചിക്കൻ ബിരിയാണി ഒന്നും കിട്ടില്ല. ദൈവമേ, ഇങ്ങനെ ഒരുത്തനെ ആണല്ലോ എനിക്ക് ഫ്രണ്ടായിട്ട് കിട്ടിയത്. ഞാനിപ്പോ എന്താ വേണ്ടത്? ഹാപ്പി കിഡിന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതെ, അത് തന്നെ. വെയിറ്റ്, ഞാനൊന്ന് ഓർത്ത് നോക്കട്ടെ. മക്തു, ഇനിയെങ്കിലും ഈ വികൃതിയൊക്കെ ഒഴിവാക്കി നല്ല കുട്ടിയായി ജീവിക്കും, കേട്ടോ? യെസ്, വോയിസ് കിട്ടി. ഹാപ്പി കിഡിന്റെ വോയിസ് കിട്ടി. അതെയോ? എങ്കിലൊന്ന് മിമിക്രി ചെയ്ത് കാണിക്കേ. മക്തു, ഇനിയെങ്കിലും ഈ വികൃതിയൊക്കെ ഒഴിവാക്കി നല്ല കുട്ടിയായി ജീവിക്കും, കേട്ടോ? വാവ്, സൂപ്പർ സൂപ്പർ മക്തു. നിനക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതെയോ? ചുമ്മാ, അത്രയ്ക്ക് നന്നായൊന്നുമില്ല. അതെന്നെ, മക്തു ഒരു മിമിക്രി വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടാൽ അത് വൈറലാവും, ഉറപ്പാ. വയറിൽ അവിടെ നിൽക്കട്ടെ. ആദ്യം വയറിൽ എന്തെങ്കിലും ഇടാനുള്ള വഴി നോക്കാം. എങ്കിൽ ചെല്ല് വേഗം. ദാ അവരുടെ ബോൾ, ഇതും കൊണ്ട് ചെല്ല്, ഒരു പഞ്ച് കിട്ടും. പഞ്ച് മൂക്കിനിട്ട് കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഇങ്ങ് താ. എനിക്ക് വയ്യ ലാമി, തിരയാൻ മതിയായി. ഇനി പുതിയ ബോൾ വാങ്ങിട്ട് നാളെ കളിക്കാം. ശരിയാ, എനിക്കും മടുത്തു. എന്നാലും ആ ബോൾ എങ്ങോട്ട് പോയി? എങ്ങും പോയിട്ടില്ല കൂട്ടുകാരെ, ദാ നിങ്ങളുടെ ബോൾ. ഹലോ ലാമി ലുവായ് സെയിം. ഇതെന്താ ഇന്ന് എല്ലാവരുടെയും പേര് വിളിക്കുന്നത്? അതെ, സാധാരണ ഹലോ ഫ്രണ്ട്സ് എന്നല്ലേ വിളിക്കുക. ചളമായോ? അത് ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെന്ന് കരുതി. ഹാപ്പി എന്താ വിളിക്കാതെ വന്നത്? മനസ്സിലായി, ബനാന കഴിക്കാൻ വന്നതാണല്ലേ. ബനാനയോ? ആർക്ക് വേണം ബനാന? എനിക്ക് ചിക്കൻ ബിരിയാണി മതി. ചിക്കൻ ബിരിയാണി, എനിക്കൊരു ചിക്കൻ ബിരിയാണി വേണം. ദുഷ്ടോ, ഒന്നോ? അപ്പൊ ഞാൻ എന്ത് കഴിക്കും? എനിക്ക് തരാതെ ഒറ്റയ്ക്ക് കഴിക്കാനുള്ള പരിപാടിയാണോ? വീട്ടില്ല ഞാൻ. ഹാപ്പി, ഐ ആം ജോക്കിംഗ്. ഈ ഹാപ്പി ഇന്ന് ഫുൾ ചേഞ്ച് ആണല്ലോ. തമാശ കളയോ ഹാപ്പി? വാ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. വേണ്ട, നമുക്ക് ആദ്യം ജംഗ്ഷനിലെ ഹോട്ടലിൽ പോയി ചിക്കൻ ബിരിയാണി കഴിക്കാം.
ലാമി, എന്തോ കുഴപ്പമുണ്ട്. അതെ, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. എനിക്കും തോന്നുന്നു. നമുക്കൊന്ന് സ്പിന്നർ കറക്കി നോക്കിയാലോ? ഈ ഹാപ്പി ഒറിജിനൽ ആണോന്ന് അറിയാലോ? ശരി, സ്പിന്നർ എടുക്ക്. ഇതെന്താ ബിരിയാണി വാങ്ങി തരാതെ നിങ്ങൾ സ്പിന്നർ കറക്കി കളിക്കാൻ പോവാണോ? ഹായ്, നല്ല പാട്ട്, ഉഗ്രൻ പാട്ട്. ദേ, ഒറിജിനൽ ഹാപ്പി വന്നു. ഹലോ ഫ്രണ്ട്സ്, ഇതേതാ വേറൊരു ഞാൻ. പണി പാളി, നിക്കൂ, വിട്ടോടാ, സംഗതി പൊളിഞ്ഞു. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എടാ കള്ള, എന്റെ വേഷത്തിൽ വന്ന് എന്റെ ഫ്രണ്ട്സിനെ പറ്റിക്കുന്നു. അയ്യോ വീട്, എന്റെ വീട്, എന്റെ വീട്. മക്തു, നിനക്ക് അങ്ങനെ തന്നെ വേണം. എനിക്ക് തരാതെ ഒറ്റയ്ക്ക് തിന്നാൻ നോക്കിയതല്ലേ? കിട്ടുന്നതിൽ പാതി തരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കിയതല്ലേ? ഓ, അതായിരുന്നല്ലേ പ്ലാൻ. നിക്കു, അവിടെ നിൽക്ക്. ഇവന് കൊടുക്കുന്ന തല്ലിന്റെ പകുതി നിനക്ക് തന്നേക്കാം. അയ്യോ, ഹലോ, ബിരിയാണി കഴിച്ചാലോ? വേണ്ട, എന്നെ പോവാൻ അനുവദിച്ചാ മതി. ഈ വേഷവും മാസ്കുമെല്ലാം എവിടുന്ന് സംഘടിപ്പിച്ചു? എന്തായാലും സംഗതി ഉഷാറായിട്ടുണ്ട്. ഇവനെ എന്ത് ചെയ്യണം നിങ്ങൾ പറയും. 2 തല്ല് കൊടുത്ത് വിട്ടേക്ക്. അയ്യോ, നമുക്കവനെ നാട് കടത്തിയാലോ? എന്റെ അമ്മേ, അയ്യോ. അതൊന്നും വേണ്ട, ഒന്നുമില്ലേലും ഇവൻ നമ്മുടെ നാട്ടുകാരനും ക്ലാസ്മേറ്റും ഒക്കെ അല്ലേ? അതെ, താങ്ക് യു സെയിം, താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇവനെ കൈയും കാലും കെട്ടി വെള്ളത്തിൽ മുക്കി മുളക് പൊടി തേച്ച് വെയിലത്തുണക്കി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം. ദേ, ഇവന്റെ ബോധം പോയി. ഐഡിയ, ഒരു പണിയുണ്ട്. എന്താ? ഇപ്പൊ കണ്ടോ? ഹായ്, മൊബൈൽ ഫോൺ. ഹലോ, യെസ്, ഡഗ്ലസ് ഹിയർ. മിസ്റ്റർ ഡഗ്ലസ്, ഞാൻ നിങ്ങളുടെ ഒരു വെൽ വിഷറാണ് സംസാരിക്കുന്നത്. ഹായ്, ഹാപ്പി മിമിക്രി കാണിക്കുന്നു. മക്തൂന് മാത്രമല്ല, നമ്മുടെ ഹാപ്പിക്കും അറിയാം മിമിക്രി. പറയൂ, എന്താണ് കാര്യം? നിങ്ങളുടെ ശത്രു ഹാപ്പി കിഡ് പ്ലേ ഗ്രൗണ്ടിൽ ബോധം കെട്ട് കിടക്കുന്നുണ്ട്. വേഗം വന്ന് എടുത്തുകൊണ്ട് പോയിക്കോ. ഫ്രെഡി, കമോൺ കമോൺ. വാ, ഒളിക്കാം, അവരിപ്പ എത്തും. ഹാപ്പി കിഡ് എടുത്തു വണ്ടിയിലിടും ഫ്രെഡി. യെസ് ബോസ്. അവിടെ ചെന്നാൽ മക്തൂന് ചിക്കൻ ബിരിയാണി ഉറപ്പാ. ഞാൻ ജയിച്ചു. നീ സങ്കടപ്പെടേണ്ട സെയിം. നെക്സ്റ്റ് ടൈം നിനക്ക് വിൻ ചെയ്യാൻ പറ്റും, എനിക്ക് ഉറപ്പുണ്ട്. ആണോ? ആ, നീ ഒറ്റയ്ക്ക് കളിച്ചാ മതി, അപ്പൊ നീ തന്നെ വിൻ ചെയ്യും. ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല, ലാമി എവിടെ പോയി? ലാമി, 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 ലാമി എവിടെ പോയി? ലാമി, ലാമി, ലാമി. യെസ്. ഹേ, നീ ഇവിടെ എന്തെടുക്കുക? ഫുഡ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? ഇങ്ങതാ. ഇതങ്ങനെയൊന്നും ആവില്ല. ഞാൻ ശരിക്കും പഠിച്ചു. എന്ത് പഠിച്ചു? കേക്കിൽ ഉപ്പിടാനോ? ഒരു മിസ്റ്റേക്ക് ഒക്കെ ആർക്കും പറ്റും. ഇതാണ് നിങ്ങൾ കണ്ടോ, ഞാനൊരു സൂപ്പർ ബനാന കേക്ക് ഉണ്ടാക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഞാൻ ഹെൽപ്പ് ചെയ്യണോ ലാമി? വേണ്ട, ആരും ഹെൽപ്പ് ചെയ്യണ്ട. മൈദ, ബനാന, എഗ്, മിൽക്ക്, ബട്ടർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ആൻഡ് ഷുഗർ. ഓക്കെ, എല്ലാം റെഡി. ആദ്യം ബനാന സ്ലൈസ് ചെയ്യുക. 2 മുട്ട ബൗളിലെടുക്കുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ഇനി മൈദ എടുത്ത് മിൽക്കും ബീറ്റ് ചെയ്ത മുട്ടയും ഒഴിക്കുക. നെക്സ്റ്റ് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എന്നിവ ചേർക്കുക. ഇനി ബട്ടർ ഇടാം. ഇനി ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ തന്നെയല്ലേ? ഓക്കെ, ഈ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഓവനിൽ വെക്കാം. ഹായ്, നല്ല സ്മെല്ല്. ലാമി,
റെഡിയായോ? കേക്ക് റെഡി. നീ ആദ്യം കഴിച്ചു നോക്ക്. അയ്യോ എനിക്ക് വേണ്ട. ആരും അധികം കളിയാക്കൊന്നും വേണ്ട. ഫസ്റ്റ് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം. എന്നാ പിന്നെ എനിക്കും. അതെ അതെ, ഞാനും ഒരു പീസ് കഴിച്ചു നോക്കാം. ലാമി, സൂപ്പർ സൂപ്പർ കേക്ക്. ഇത്രയും നല്ല കേക്ക് ഉണ്ടാക്കി തന്നതിന് ലാമിക്ക് ഞാൻ നാളെ നല്ലൊരു സർപ്രൈസ് തരും. സർപ്രൈസ് കളാ പറ, നമ്മൾ എവിടേക്കാ പോകുന്നേ? അതൊക്കെ ഉണ്ട്, വാ. ഇവിടുന്നല്ലേ നമ്മൾ അന്ന് ആ പുള്ളിയെ കണ്ടത്? ഓ, അത് ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. അന്ന് ഹാപ്പി കിഡ് വന്നില്ലായിരുന്നെങ്കിലേ നമ്മൾ തവിട് പൊടിയായനെ. നമ്മളിപ്പോ എവിടേക്കാ പോകുന്നേ? ഒരു ക്ലൂ താ. ഒരു പാർക്കിലേക്ക്. പാർക്കോ? ഈ പാർക്കിൽ ഊഞ്ഞാലുണ്ടാവോ? ഊഞ്ഞാല് മാത്രോ? ഊഞ്ഞാലുണ്ടാവും, സീസൺ ഉണ്ടാവും, പിന്നെ പല റൈഡ്സും ഉണ്ടാവും, പിന്നെ ബേർഡ്സ് ഉണ്ടാവും, ആനിമൽസ് ഉണ്ടാവും. ആനിമൽസ് നമ്മളെ അറ്റാക്ക് ചെയ്യില്ലേ? ഒന്നും ചെയ്യില്ല. അവിടുത്തെ ആനിമൽസ് ഒക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. അവിടെ മങ്കി ഉണ്ടാവും. പിന്നെ ഉണ്ടാവാതെ. ഓ, എനിക്ക് കാണാൻ കൊതിയാവുന്നു. എനിക്കും. എന്നിട്ട് വേണം എനിക്ക് ആനിമൽസിന്റെ കൂടെ കളിക്കാൻ. നമ്മൾ എത്താറായോ ലുവായ്? ദാ എത്തി. വാവ്, ഇത്രയും പാർക്ക്. ഇന്ന് ഫുൾ ഡേ നമ്മൾ ഇവിടെ ജോഡിയാക്കി. ടയർഡായി. വാ, ഇത് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അയ്യോ, അയ്യോ പാവം, ഒരു ബനാന ആ മങ്കിക്ക് കൊടുത്തേക്ക് സെയിം. ഹായ്, ഇതെന്താ? വാ നമുക്ക് ചോദിക്കാം. ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് വെള്ളത്തിനടിയിൽ പോവാം. വെള്ളത്തിനടിയിലോ? ആ, ഫിഷിനെ കാണാം, പലതരം പൂക്കളെ കാണാം. വെള്ളത്തിനടിയിൽ നമുക്ക് ഓക്സിജൻ കിട്ടുമോ? അതൊക്കെ കിട്ടും. അതെങ്ങനെ? ദാ ഇങ്ങനെ. വെള്ളത്തിനടിയിൽ എത്തിയാലേ ഫിഷിനെയോ പൂക്കളെയോ ഒന്നും തൊടാൻ പാടില്ല. ഓക്കേ? ആർ യു റെഡി? എന്നാ ജമ്പ് ചെയ്തോ. എന്തൊക്കെയാ ഇത്? നല്ല ഭംഗിയുണ്ട്. ഹായ്, സ്റ്റാർഫിഷ്. സ്റ്റാർഫിഷ് ഹാപ്പി കിഡ് മറ്റോ ആയിരിക്കുമോ? ഹായ്, നല്ല ഭംഗിയുണ്ട്. എനിക്കിഷ്ടായി. ഇതെന്താ? നോ, തൊടാൻ പാടില്ല. അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്കിൾ പറഞ്ഞതല്ലേ ഒന്നും തൊടാൻ പാടില്ലാന്ന്. നീ കൂടെ തന്നെ വാ. ഓക്കേ. ഈ ഫിഷിനൊന്നും കുളിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ? അതെന്താ? ഫിഷ് ഫുൾ ടൈം വെള്ളത്തിലല്ലേ? അവന്റെ ഒരു തമാശ. വേഗം വാ. ഹായ്, നല്ല ഭംഗിയുള്ള ഫ്ലവർ. എന്റെ കൈ കുടുങ്ങി. ഇതെന്താ ഇങ്ങനെ? പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും.
ടേട്ടിൽ മറിഞ്ഞു പോയല്ലോ. നല്ല രസമുണ്ടായിരുന്നല്ലേ അണ്ടർ വാട്ടർ? ഇഷ്ടായോ? സൂപ്പർ. ഇനിയും ഒരുപാട് റൈഡ്സ് ഉണ്ട് ഈ പാർക്കിൽ. ഗോ ആൻഡ് എൻജോയ്. വണ്ടർ റൈഡ്. നമുക്ക് കേറി നോക്കാം. അയ്യോ, ഇതിൽ കയറി പേടിയാവില്ലേ? ഞാനില്ല. എന്ത് പേടി? ഇത് പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആണ്. വാ നമുക്ക് കേറാം. ലാമി പേടിച്ച് അവിടെ നിൽക്കട്ടെ. ഞാനും വരാം. ബെൽറ്റ് ഒക്കെ നല്ല ടൈറ്റ് അല്ലേ? വീണൊന്നും പോവില്ലല്ലോ. എല്ലാം ഓക്കെയാ. നീ ധൈര്യമായിട്ട് ഇരിക്ക്. എന്താ ലാമി ഇത്? നിനക്ക് ഇത്രയും പേടിയാണോ? ഞാൻ ഫസ്റ്റ് ടൈമാ ഇതുപോലെ ഒരു റൈഡിൽ കയറുന്നത്, അതുകൊണ്ടാ. അതിനെന്താ? ഞാനും ഫസ്റ്റ് ടൈം അല്ലേ? എന്നിട്ട് എന്നെ കണ്ടില്ലേ ഈസി ആയിട്ട് ഇരിക്കുന്നത്? ധൈര്യം വേണം, ധൈര്യം. 5 4 3 2 1 0 ഗോ. ഇത്ര സ്ലോ ആണോ ഇത് പോവാ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. അയ്യോ, ഇതെന്തൊരു സ്പീഡാ. അയ്യോ, ആരെങ്കിലും ഒന്ന് നിർത്തണേ. സ്റ്റോപ്പ്. എനിക്ക് പേടിയാവുന്നേ. അയ്യോ, ഇതിന്റെ സ്വിച്ച് ആണ്. അയ്യോ, ഓഫാക്കി. ഇറങ്ങണോ? ആളിറങ്ങണം. നോക്കലുവായി ധൈര്യശാലി സെയിം ഇരിക്കുന്നത്. അവൻ സ്റ്റാച്ചു ആയി പോയി. എന്തൊരു കരച്ചിലായിരുന്നു സെയിം. അയ്യേ. ഹായ് ബോട്ടിംഗ്. ബോട്ട് എനിക്ക് പ്രശ്നമില്ല. വാ പോവാം. ഹായ്, നല്ല രസമുണ്ടല്ലേ? ഈ വെള്ളത്തിന് ആഴമുണ്ടാവോ? അറിയില്ല, കണ്ടിട്ട് നല്ല ആഴമുള്ള പോലെ ഉണ്ട്. ഇതിന് വല്ല ആഴമൊന്നും ഉണ്ടാവൂല. നിങ്ങൾ തോന്നു വന്നോ, ഞാൻ നീന്തി വരാം. ഡേഞ്ചർ ആവോ? ഇത് നമ്മൾ നേരത്തെ പോയ പോലെ ആർട്ടിഫിഷ്യൽ പോണ്ടല്ല. Don't worry, ഞാൻ നീന്തി വന്നോളാം. ഹോ, നോട്ടി. നോക്ക്, അവിടെ ഒരു ബോർഡ്. അയ്യോ, ക്രൊക്കഡൈൽ പോണ്ട്. അയ്യോ, സെയിം. ചെയ്തില്ല. ഞാൻ അവന്റെ 2 പല്ലിങ്ങെടുത്തു. യു ആർ എ സൂപ്പർ കിഡ് ഹാപ്പി. റിയലി? അതല്ല, നീ എങ്ങനെ അറിഞ്ഞു ഞങ്ങളിവിടെ അപകടത്തിലാണെന്ന്?
എന്തായാലും കൃത്യസമയത്ത് തന്നെ എത്തി. നിങ്ങൾ പാർക്കിൽ കയറുന്നത് മുതൽ ഞാൻ നിങ്ങളെ കൂടെ ഇല്ലേ? എന്നിട്ട് ഞങ്ങളാരും കണ്ടില്ലല്ലോ. നിങ്ങൾ ആരും കാണാതെ ഇൻവിസിബിൾ ആയി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഊഞ്ഞാലാടുമ്പോഴും സീസോ കളിക്കുമ്പോഴും ബോള് കളിക്കുമ്പോഴെല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സെയിം മങ്കിക്ക് കൊടുത്ത ബനാനയിൽ ഒന്ന് ഞാനാ എടുത്തത്. തുടരുതെന്ന് പറഞ്ഞ ഫ്ലവർ തൊട്ട് കൈ കുടുങ്ങിയപ്പോഴും ഞാനുണ്ടായിരുന്നു. അങ്ങനെ ക്രൊക്കഡൈലിന്റെ വായിൽ പോണ്ട സെയിമിനെ ഇവിടെ എത്തിച്ചു. പാർക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, എന്തെല്ലാം കണ്ടു. അതെ, എന്തെല്ലാം കണ്ടു. പേടിച്ച് സ്വർഗം കണ്ടുപോയി. പറഞ്ഞിട്ടനുസരിച്ചില്ലെങ്കിലേ ഇങ്ങനെയാ. നമുക്കിവിടെ ഒന്നുകൂടെ വരണം. അന്നേരം ഹാപ്പി കുടും വരണം. ഇന്ന് വന്ന പോലെ ഇൻവിസിബിൾ ആയിട്ട്. ആ, എന്തായാലും നമുക്ക് ഓടണം, ചാടണം, കളിക്കണം. ഹാപ്പി കിഡ്. എന്തൊരു ടേസ്റ്റ് ആണ് നൂഡിൽസിന്. നല്ല ടേസ്റ്റ്. എനിക്കും പഠിക്കണമെന്നുണ്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ. നീ പഠിക്കണ്ട, പിന്നെ ടേസ്റ്റ് ഇല്ലാത്ത നൂഡിൽസ് കഴിക്കേണ്ടി വരും. അയ്യേ, അത് ശരിയാ. ഇനി ലാമിന്ന് വിളിച്ചു വാ, അപ്പൊ കാണിച്ചു തരാം. പൂക്കളാ വിരിഞ്ഞിരിക്കുന്നേ. എല്ലാം പറിച്ചെടുക്കാൻ തോന്നുന്നു. ഒന്ന് പറിക്കാം. അയ്യോ മമ്മ, അയ്യോ. എന്താ ഒന്നുമില്ല. നോക്കിയേ, ഒരു എലി. മമ്മ, മമ്മ, എലി. അതിന് പിടിക്കലുവായി. പിന്നെ എനിക്ക് പേടിയാ. അതിനെ പിടിക്കണം ലൂവായി, അല്ലെങ്കിൽ ഡ്രസ് എല്ലാം കീറിക്കളയും. ദാ ആ മരപ്പത്തിനുള്ളിൽ കേറിയിരിക്കുന്നു. ഞാൻ ഇതിലൂടെ കമ്പിട്ട് കുത്താം. അതിലൂടെ വരുമ്പോ നീ പിടിച്ചോ. അത് ഞാൻ ഏറ്റു. അയ്യോ, ഓടിക്കൂ. പാമ്പ്, പാമ്പ്. അയ്യോ, ഓടിക്കൂ. എന്തു പറ്റി? എന്തെങ്ങനെ കിതക്കുന്നത്? ഒന്നും പറയണ്ട മമ്മ. ഈ സെയിം കാരണം ആ എലിയുടെ പുറകെ പോയിട്ട് ആകെ കുഴപ്പായി. എന്ത് കുഴപ്പം? അത് പിന്നെ മമ്മ, അത് ഒന്നുമില്ല. അല്ല, ഉണ്ട് മമ്മ, ഉണ്ട്. ആ എലിയെ പിടിക്കാൻ പോയിട്ട് വന്നത് പാമ്പാണ്. ഓ എന്റെ മോനെ, നീ ശ്രദ്ധിക്കണ്ടേ? അത് മമ്മ. അയ്യേ. കുറെ പേരുണ്ടല്ലോ. കുറെ പേരുണ്ട്. എന്നെ ഒന്ന് ആട്ടിത്തരോ? എനിക്ക് ആടാൻ സാധിക്കുന്നില്ല. അതിനെന്താ, ഞാൻ ആട്ടിത്തരാം. പതുക്കെ ആട്ടണേ. അയ്യോ അയ്യോ, പതുക്കെ. അയ്യോ 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 അയ്യോ. ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞതല്ലേ സീം, പതുക്കെ ആട്ടാൻ. ഞാൻ പതുക്കെ ആട്ടിയത് ഊഞ്ഞാല പൊട്ടാനായിരുന്നു ലുവായി. അതാ. അയ്യോ, അതാരാ പാർക്കിൽ നിന്ന് കരയുന്നത്? അയ്യോ, എന്റെ പപ്പി. എന്തിനാ കരയുന്നേ? എന്റെ പപ്പിയെ കാണാനില്ല. ഓ, അതിനാണോ കരയുന്നത്? അത് ഇവിടെ എങ്ങാനും കാണും. എവിടെ കാണാനില്ല. കുറെ നോക്കിയതാ. കരയണ്ട, ഞങ്ങളൊന്ന് നോക്കട്ടെ. ഒരു പപ്പിയുടെ കരച്ചിലല്ലേ ആ കേൾക്കുന്നത്? അത് തന്നെ.
രക്ഷിക്കും. നമുക്കൊരു കയറിട്ട് കൊടുക്കാം. ഐഡിയ കൊള്ളാം. കയർ. ഹാവ്, പപ്പി രക്ഷപ്പെട്ടു. എന്റെ പപ്പി എങ്ങനെയുണ്ട്? ഇത്രയും നേരം എവിടെയായിരുന്നു? ഹോംവർക്ക് ഒന്നും ചെയ്യാനില്ലേ? അത് ഇപ്പൊ ചെയ്യാം അമ്മ. എന്തൊരു ടേസ്റ്റ് ആണെന്നോ അമ്മയുണ്ടാക്കിയ സ്നാക്സ് കഴിക്കാൻ. വേഗത്തിൽ ഹോംവർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത് കഴിച്ചൂടായിരുന്നോ? അമ്മേ, ദാ ഇവർ രണ്ടുപേരും പഠിക്കുന്നില്ല. രണ്ടുപേരോടും ഞാൻ ഹോംവർക്ക് ചെയ്യാനാ പറഞ്ഞത്. ഈ ലാമി വെറുതെ പറഞ്ഞതാ. എന്താ സെയിം, നീ കളിച്ചിരിക്കണോ? നാളെ സ്കൂളിൽ പോകാനുള്ളതാ. വേഗം ഉറങ്ങിക്കോ. ഓക്കേ മമ്മ, ഇപ്പൊ കിടക്കാം. നിങ്ങൾ രണ്ടുപേരും ഉറങ്ങിയോ? ഇല്ല. എന്താ? എനിക്കൊരു സംശയം. ചോദിച്ചോ? ശരിക്കും ഈ ഗോസ്റ്റ് ഒക്കെ ഉണ്ടോ? നല്ല സംശയ. നിനക്ക് ഇപ്പോഴാണോ അത് ചോദിക്കാൻ തോന്നിയത്? പറയാ ആരേലും. ഗോസ്റ്റ് ഒന്നുമില്ല. അങ്ങനെയൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമേ കാണൂ. അത് ആളുകൾ അഭിനയിക്കുന്നതല്ലേ. ഓ, അങ്ങനെയാണോ? അപ്പൊ ഗോസ്റ്റ് ഇല്ലേ? അതാ ഗോസ്റ്റ്. അയ്യോ അമ്മേ, ഗോസ്റ്റ്. അമ്മേ, ഗോസ്റ്റ്. എന്താ? എന്തു പറ്റി? ഈ സെയിം പേടിപ്പിക്കുന്നു. ഇല്ല, ഇനിയില്ല മമ്മ. അമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വെച്ചിട്ടുണ്ട്, വന്ന് കഴിച്ചോളൂ. സെയിം, ലുവായ്, സ്കൂൾ ബസ് ഇപ്പൊ വരും. വേഗം വാ. ബൈ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മിസ്. മിസ്, മേ ഐ? എവിടെയായിരുന്നു അബി? നീ കറങ്ങി നടക്കുവായിരുന്നോ? ടൈം 10 മണിയായി, അറിഞ്ഞില്ലേ? ഞാൻ ടോയ്ലറ്റ് പോയതാ. ഗെറ്റ് ഇൻ. താങ്ക് യു മിസ്. എല്ലാവരും ഹോംവർക്ക് ഒക്കെ ചെയ്തോ? എടുത്തേ നോക്കട്ടെ. അബി, നിന്റെ ബുക്ക് എവിടെ? മിസ്, ഞാൻ എടുക്കാൻ മറന്നുപോയി. ഓ അതെയോ? എന്നാലാ കൈ ഒന്ന് നീട്ടിക്കേ. നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? ഇന്നൊരു സംഭവം ഉണ്ടായി. ഹാപ്പിക്ക് അടി കിട്ടി. ഹോംവർക്ക് ചെയ്യാത്തതിന്. അതിനാണോ നീ ചിരിക്കുന്നേ? അല്ലാതെ പിന്നെ. ഓ, എത്തിയോ? ഇന്ന് ഹോംവർക്കൊക്കെ നേരത്തെ ചെയ്ത് തീർക്കണം. ഇന്ന് രാത്രി ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാന്ന് പപ്പ പറഞ്ഞു. ഹായ്, ഇന്ന് പുറത്തു നിന്നാണോ ഫുഡ്? നല്ല രസമായിരിക്കും. ഞാൻ വേഗം ഹോംവർക്ക് ഒക്കെ ചെയ്യട്ടെ. ഓ, ഭയങ്കര പഠിപ്പാണല്ലോ. നടക്കട്ടെ നടക്കട്ടെ. ഓക്കെ മക്കളെ, ഗെറ്റ് റെഡി. അച്ഛാ, അവിടെ എന്താ ഫുഡ്? നമ്മൾ എന്താ കഴിക്കാൻ പോകുന്നേ? അത് അവിടെ എത്തട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇനി പറഞ്ഞു, എന്ത് വേണം കഴിക്കാൻ? എനിക്ക് ചിക്കൻ സൂപ്പ്. എനിക്ക് നൂഡിൽസ്. എനിക്ക് ചിക്കൻ ബിരിയാണി. എനിക്ക് ചപ്പാത്തി. ഓക്കെ. അയ്യോ സാർ, ചിക്കൻ സൂപ്പ് ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് വേണം. എന്താ നീ കാണിക്കുന്നേ? കരച്ചില് നിർത്ത്. എന്റെ ചിക്കൻ സൂപ്പ്. അയ്യോ, ഞാൻ നോക്കട്ടെ ഉണ്ടോന്ന്. അയ്യോ, ഉണ്ട്, ചിക്കൻ സൂപ്പ് ഉണ്ട്. അയ്യേ,
ഒരു സൂപ്പിന് വേണ്ടി. അയ്യേ. അമ്മേ, നീ എവിടെ? സെയിം, ആ ഗേറ്റ് ഒന്ന് അടച്ചേ. ശരി അമ്മേ. അയ്യോ, എന്താ എന്ത് പറ്റി സെയിം? അയ്യോ അച്ഛാ, ഞാൻ പേടിച്ചു പോയതാ ഇരുട്ട് കണ്ടപ്പോ. ഓ അതാണോ, സാരമില്ല, പോട്ടെ, പോയി കിടന്നുറങ്ങിക്കോളൂ. We have some breaking news to tell you about right now. Police are looking for the person who may have robbed the Chase Bank. ന്യൂസ് വെക്ക് സെയിം. സോറി പപ്പ, ഇതാ ഇപ്പൊ യോഗ പഠിപ്പിക്കുക. അത് നോക്കി ഞാനും പഠിക്കും. പഠിച്ചത് തന്നെ. നീ വായടച്ചേ, അല്ലെങ്കിൽ വല്ല പ്രാണിയും കേറും. അല്ല, എന്റെ മോന് ഇതെന്ത് പറ്റി? അയ്യോ, ശല്യം ചെയ്യാതെ സെയിം യോഗ പരിശീലിക്കുക. ഓ, യോഗയാണോ? ചെയ്തു. ഇതെന്തായി കാണിക്കുന്നേ? എന്റെ കാല്. പിടിച്ചോലോ വായി, ദാ ഇവിടെ ഇരുന്നോ, ഉളുക്കിയതാ. ഏയ്, എനിക്കൊരു കുഴപ്പമില്ല. ഈ മമ്മ ഇതെവിടെ പോയി? ഞാൻ ഇവിടെയുണ്ട് സെയിം, മുറ്റത്ത്. ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരാം. എന്തു പറ്റി? ഓ, മമ്മ ഗാർഡനിലാണോ? ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. വാ, നീ കുടിക്കോ? ആ, ഞാനും കൂടാം. ഓ, ഇത് മമ്മ കാണില്ലേ, വേഗം മാറ്റി വെക്കാം. എന്താ സെയിം, നിന്നെ കാണുന്നില്ലല്ലോ. ഞാൻ എവിടെയുണ്ട് മമ്മ? ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുക. ഇതെന്താ, ഒരു ചെടീന് കുറവുണ്ടല്ലോ. അതല്ലേ മമ്മ ഇത്? അയ്യോ, നശിപ്പിച്ചല്ലോ സെയിം. അയ്യോ, ഞാൻ ഇവിടെ ഇല്ല. ഞാൻ ഇറങ്ങുക. ഓക്കേ, ബൈ. ബൈ അച്ഛാ. ഇനി ഞാൻ പോയി പിക്ചർ വരയ്ക്കട്ടെ. നീ വീണ്ടും തുടങ്ങിയോ? മമ്മിയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുന്നത് കാണാലോ. നീ അതിനാണോ കാത്തു നിൽക്കുന്നത്? നടക്കട്ടെ. എല്ലാരും വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ലാമി, ലാമി. യെസ്, ആരാ? ഹായ്, ഞാൻ വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു. അപ്പോഴേക്ക് നീ എത്തിയോ? താങ്ക്സ്, നിന്റെ ബുക്ക് കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. വാ, ഫുഡ് കഴിക്കാം. വേണ്ട, പിന്നെ വരാം. ബൈ ലാമി. ഓക്കേ, ബൈ. രണ്ട് പോയോ ലാമി? ആ, അവള് പോയമ്മേ, ബുക്ക് തരാൻ വന്നതാ. നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? നല്ല രസമുണ്ടല്ലോ ഇന്നത്തെ പഴത്തിന്. അയ്യോ, എനിക്ക് വയ്യേ, എന്നെ നടു. അയ്യോ, സോറി ലുവായ്, ഞാൻ എന്തോ ഓർത്തിട്ട് പോയതാ. സോറി ഒന്നും എനിക്ക് വേണ്ട, നീ തന്നെ വെച്ചോ. വേണ്ട. ആരാണെന്ന് നോക്കിയ സെയിം. ശരി മമ്മ. അയ്യോ, വല്ലതും തരണേ മോനെ. ആരാ? എന്ത് വേണം? അയ്യോ, വല്ലതും തരണേ മോനെ. എന്ത് തരാൻ? എനിക്ക് എന്തേലും ആഹാരം തരൂ, വിശക്കുന്നു മോനെ. ഓ, ഇവിടെ ഇരിക്ക്, ഞാൻ പോയി ഫുഡ് കൊണ്ടുവരാം. ഇത് മതിയോ? ഞാൻ ഇതേ കിച്ചണിൽ കണ്ടോളൂ. സെയിം, ഇവിടെ ഉണ്ടാക്കി വെച്ച സ്വീറ്റ്സ് എവിടെ? നീ കഴിച്ചോ? ഓ, അത് ഞാൻ ഒരാൾക്ക് കൊടുത്തു. ആർക്ക്? ഓ, ഒരു പിശക്കാരന്. സെയിം. അയ്യോ, ഇവനെ ഞാൻ. അയ്യോ മമ്മ. ഹായ് ഗ്രാൻഡ്പാ.
ഹായ് സെയിം. സുഖമാണോ ഗ്രാൻഡ്പ? സുഖം തന്നെ. കുറച്ചായല്ലേ ഗ്രാൻഡ്പ വന്നിട്ട്? കുറച്ചായി വന്നിട്ട്. അതുകൊണ്ട് 2 ദിവസം നിൽക്കാൻ വന്നത്. ഹായ്. എനിക്കൊന്ന് ടൗൺ വരെ പോവാനുണ്ട് സെയിം. ഫാമിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. ഗ്രാൻഡ്പ ഇപ്പോൾ തന്നെ പോവാണോ? പോണം. ഞാൻ ടൗണിൽ പോയിട്ടില്ലല്ലോ. നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു. എന്നാ ഗ്രാൻഡ്പ വാങ്ങിട്ട് വാ. ഇതാരാ ഹോൺ അടിക്കുന്നത്? ആരാ? അയ്യോ എന്റെ അമ്മേ. എടുക്കടാ പണവും സ്വർണവും. അയ്യോ സാർ, എന്റെ പണം എല്ലാം കള്ളന്മാര് കൊണ്ടുപോയി. എവിടെ വെച്ച്? ടൗണിൽ വെച്ച്. കാറിൽ വന്നിട്ടാ. ഒരു ബ്ലാക്ക് കാറാ. സാരമില്ല, ഞങ്ങൾ അന്വേഷിക്കാം. നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ. ഗ്രാൻഡ്പ പോയിട്ട് ഒരുപാട് നേരായല്ലോ. എന്താ കാണാത്തെ? ഫാമിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതല്ലേ, ഇപ്പൊ വരൂ. അതെ, ഗ്രാൻഡ്പ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും പാർക്കിൽ പോവാം. അതുവരെ ടിവി കാണാം. ഹായ്, ഗ്രാൻഡ്പ വന്നു. ഗ്രാൻഡ്പയുടെ മുഖം എന്താ വാടിയിരിക്കുന്നത്? അതെ, എന്ത് പറ്റി ഗ്രാൻഡ്പ? ഒന്നും പറയണ്ട മോനെ. കള്ളന്മാര് ഒരു ബ്ലാക്ക് കാറിൽ വന്ന് എന്റെ മാലയും പണവും എല്ലാം തട്ടിയെടുത്തു. എന്റെ പിന്നാലെ വന്ന് എന്നെ ഓടിച്ചു. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടാ വരുന്നത്. അവരന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞാനൊന്ന് പോയി കിടക്കട്ടെ. പാവം ഗ്രാൻഡ്പ. ലുവായ്, നമുക്ക് ഹാപ്പി കിഡിനോട് പറഞ്ഞാലോ? പോലീസിനൊന്നും അവരെ കിട്ടില്ല. ഞാനും അത് വിചാരിച്ചു. എന്നാൽ വാ, നമുക്ക് വിളിക്കാം. ഹായ് ഫ്രണ്ട്സ്, എന്തു പറ്റി? ഹാപ്പി കിഡ് ഉടനെ വരണം. ഒരു പ്രോബ്ലം ഉണ്ട്. വന്നേ പറ്റൂ. ഓക്കേ, ഞാൻ വന്നേക്കാം. എന്തോ പ്രശ്നമുണ്ടല്ലോ, പോയി നോക്കാം. ഹായ്, ഹാപ്പി കിഡ് വന്നല്ലോ. എന്തു പറ്റി? എന്താ പ്രോബ്ലം? ആരാ? അയ്യോ എന്റെ അമ്മേ. ഓഹോ, അതാണോ കാര്യം? വാ, നമുക്ക് അന്വേഷിക്കാം. ഇതാ ആ കള്ളന്മാര്. ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ എന്താ പിള്ളേരെ, മാറി നിൽക്ക്. ഇല്ല, ഇയാൾ എന്താ ചെയ്യാ? മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? അയ്യോ ഓഹോ, അത്രയ്ക്കായോ? ആടാ ഇവിടെ. ഇനി നമുക്ക് വീട്ടിലെത്താം, പോലീസ് എത്തുന്നതിന് മുമ്പ്. എന്നാലും എന്തൊരടിയാ നീ അടിച്ചേ? ഞാൻ കരാട്ടെ പഠിക്കാൻ പോയതല്ലേ. അതെനിക്കറിയാം, കരാട്ടെ പഠിക്കാൻ പോയതിന്റെ കാര്യം. ഇതാ നിങ്ങളുടെ സ്വർണവും പണവും. ഇത് തന്നെയല്ലേ? ഇത് തന്നെ സാറേ, താങ്ക്സ്. ഗ്രാൻഡ്പയുടെ സന്തോഷം നോക്കിയേ. താങ്ക് യു ഹാപ്പി കിഡ്. എന്നാ ഞാനിനി പോട്ടെ. ബൈ ഹാപ്പി കിഡ്. ഹാപ്പി കിഡ്.
അയ്യോ എനിക്ക് കൊതിയായിട്ട് വയ്യ. ഈഹാ അമ്പോ എന്തോരം ബനാനകളാ. ദൈവമേ, ഞാനിതെല്ലാം കൂടി എങ്ങനെ തിന്നു തീർക്കും? ഞാൻ എന്താണ് ഈ കാണിക്കുന്നത്? അനുവാദമില്ലാതെ ആരുടെയും ഒന്നും എടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ചെയ്താൽ എന്റെ ശക്തി പോവില്ലേ? ആ കർഷകനെ തേടി പിടിച്ച് ചോദിച്ചു നോക്കാം. ഹായ് അപ്പൂപ്പ. ആരാ? മനസ്സിലായില്ലല്ലോ. കുട്ടിയെ ഇതിനു മുമ്പെങ്കും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്റെ പേര് ഹാപ്പി കിഡ് എന്നാ. ഹാപ്പി കിഡ്, നല്ല പേരാണല്ലോ. ആട്ടെ, എവിടെയാ മോന്റെ വീട്? ദാ അവിടെ ആകാശത്ത്, മേഘങ്ങൾക്കും അപ്പുറത്താ എന്റെ വീട്. ഓഹോ, രാവിലെ തന്നെ മനുഷ്യനെ കളിയാക്കാൻ ഇറങ്ങിയെത്തിരിച്ചതാണല്ലേ. ഒന്ന് പോയേ, എനിക്ക് ജോലിയുണ്ട്. ആകാശത്താണ് പോലും. സത്യമായി അപ്പൂപ്പ, ഞാന് ആകാശത്തൂന്നാ വരുന്നത്. ഇത് വലിയ ശല്യമായല്ലോ. ആട്ടെ, ആകാശത്ത് നിന്ന് എങ്ങനെയാ മോൻ താഴെ വന്നത്? വിമാനത്തിലാണ് അതോ ഇനി വല്ല ഓട്ടോയും പിടിച്ചാണോ വന്നത്? എന്നെ പറ്റിച്ചു കളയാമെന്നാ വിചാരം. നിന്നോട് പോവാനാ ഞാൻ പറഞ്ഞത്. എനിക്ക് കുറച്ച് ബനാന തരൂ അപ്പൂപ്പ. ഓ, അപ്പോ അതാണ് കാര്യം. ബനാന കിട്ടാൻ വേണ്ടിയാണ് ആകാശത്ത് നിന്നാ സ്വർഗത്തിൽ നിന്നാ എന്നൊക്കെ കള്ളം പറഞ്ഞത് അല്ലേ? ഞാൻ കളവ് പറയില്ല. അങ്ങനെ ചെയ്താൽ എന്റെ ശക്തി നശിച്ചു പോവും. ഇവൻ ആള് കൊള്ളാമല്ലോ. ഇത്തിരിയേ ഉള്ളൂ എങ്കിലും വലിയ വർത്തമാനങ്ങളാണല്ലോ പറയുന്നത്. അപ്പൂപ്പന്റെ ഷെഡിന് തീ പിടിച്ചു. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, രക്ഷിക്കണേ. അയ്യോ, എല്ലാം കത്തി നശിക്കുമല്ലോ ദൈവമേ. അപ്പൂപ്പൻ കരയാതിരിക്കൂ. തീ അണയ്ക്കാനുള്ള സൂത്രമൊക്കെ എന്റെ കയ്യിലുണ്ട്. ഈ സമയത്താണോടാ അതിന്റെ തമാശ? അയ്യോ, എല്ലാം പോയേ. ഇതെന്താ അത്ഭുതം? സത്യം പറ, നീ മനുഷ്യ കുഞ്ഞോ അതോ വല്ല ഭൂതവും ആണോ? ഞാൻ ഇത് രണ്ടുമല്ല അപ്പൂപ്പ. ഹാപ്പി കിഡ്, ഹാപ്പി കിഡ്, അതാണ് എന്റെ പേര്. അതാണ് ഞാൻ. മേഘങ്ങൾ എന്റെ കൂട്ടുകാരാ. അതുകൊണ്ടാ ഞാൻ വിളിച്ച ഉടനെ അവർ വന്ന് മഴയായി പെയ്തത്. അത്ഭുതം തന്നെയാണല്ലോ ഇത്. എനിക്ക് ബനാന തരുമോ പ്ലീസ്? നിനക്ക് ബനാന അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്, പക്ഷേ അതിൽ 2 കാര്യങ്ങളുണ്ട് അപ്പൂപ്പ. 2 കാര്യങ്ങളോ? ഏതൊക്കെ? 1, ബനാന എനിക്ക് വലിയ ഇഷ്ടമാ. 2, ബനാന കഴിച്ചാലേ എനിക്ക് ഊർജം കിട്ടൂ. എങ്കിലേ എന്റെ പവർ പ്രവർത്തിക്കൂ. അതെയോ? എങ്കിൽ വേഗം ബനാന കഴിച്ചോളൂ. എത്ര വേണമെങ്കിലും കഴിച്ചോളൂ. താങ്ക് യു അപ്പൂപ്പ. അമ്പടാ, ഇവൻ പറഞ്ഞതെല്ലാം ശരിയാണല്ലോ. ദേ പറക്കുന്നത് കണ്ടില്ലേ? ഇവൻ ഉറപ്പായും ഏതോ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതം തന്നെ. ഇവനെ കെണിയിൽ പെടുത്തി എന്റെ അടിമയാക്കിയാൽ കഥകളിൽ കേട്ട പോലെ എനിക്കും ഒരു കോടീശ്വരനാവാം. അലാവുദ്ദീനും അത്ഭുത വിളക്കും പോലെ. അപ്പൂപ്പ മതി, വയറ് നിറഞ്ഞു. ഇനി ഞാൻ പോയിക്കോട്ടെ? അല്ല, എന്താ ഈ പറയുന്നത്? പോവാനോ? ഞാൻ നിന്നെ പരിചയപ്പെട്ടു വരുന്നതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും പോയാൽ അപ്പൂപ്പന് സങ്കടമാവില്ലേ? ആണോ? എങ്കിൽ ഞാൻ കുറച്ചു നേരം ഇവിടെ അപ്പൂപ്പനെ സഹായിച്ചുകൊണ്ടിരിക്കാം. ഓ, വലിയ സന്തോഷം. അപ്പോ ഇപ്പൊ കഴിച്ച ബനാനയുടെ ശക്തി എപ്പോഴാ പോവുക? നേരത്തോട് നേരം, അതായത് 24 മണിക്കൂർ. അതിനു മുമ്പേ വീണ്ടും ബനാന കഴിച്ചില്ലെങ്കിലേ കുഴപ്പമാ. ആഹാ, കൊള്ളാമല്ലോ. ശരി, എന്റെ കൂടെ വാ. നിനക്ക് ഞാൻ വിശേഷപ്പെട്ട ഒരു പഴം കാണിച്ചു തരാം. വിശേഷപ്പെട്ട പഴം? അതെ, വളരെ അപൂർവമായൊരു ചെടിയിലുണ്ടാവുന്ന അത്യപൂർവമായ പഴം. വാ, കാണിച്ചു തരാം. ശരി അപ്പൂപ്പ, എനിക്കത് കാണാൻ തിടുക്കമായി. ഹായ്, എന്ത് ഭംഗിയാ കാണാൻ. ഇതിന്റെ പേരെന്താ അപ്പൂപ്പ? ഇതാണ് സ്വർഗപ്പഴം. സ്വർഗത്തിലേ ഇത് കാണും. ഭൂമിയിൽ വളരെ അപൂർവമായി ഉണ്ടാവും. ദാ കഴിച്ചോ, നല്ല മധുരമാ. ഹായ്, സ്വർഗപ്പഴം. അയ്യോ അപ്പൂപ്പ, എനിക്ക് തല ചുറ്റുന്നല്ലോ.
എടാ ഭൂതമേ, പഴം തിന്നാൽ നിനക്ക് എത്ര സമയം ശക്തി കിട്ടുമോ അത്രയും സമയം നിന്നെ ഉറക്കാനുള്ള ശക്തി എന്റെ ഈ സ്വർഗപ്പഴത്തിനുണ്ട്. We have some breaking news to tell you about right now. Police are looking for. സെയിം, ലുവായി എവിടെ പോയതാ? കുറെ നേരമായല്ലോ പോയിട്ട്. ഏതോ കൂട്ടുകാരനെ കാണണമെന്ന് പറഞ്ഞ് സൈക്കിൾ എടുത്ത് പോകുന്നത് കണ്ടു. എന്നെ വിളിച്ചതാ. ഞാൻ പറഞ്ഞു എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ടെന്ന്. എന്നിട്ട് സെയിം ബുക്ക് തുറന്നു നോക്കിയിട്ട് പോലും ഇല്ലല്ലോ. ഹോംവർക്ക് ചെയ്യാൻ എന്തിനാ പുസ്തകം തുറക്കുന്നത്? ബുക്ക് തുറക്കാതെ എങ്ങനെയാ പിന്നെ ഹോംവർക്ക് ചെയ്യുന്നത്? ലാമി, ഹോംവർക്ക് എന്ന് വെച്ചാ വീട്ടു ജോലി. അതാ ഞാൻ ഉദ്ദേശിച്ചത്. പാത്രം കഴുകാനുണ്ടായിരുന്നു മമ്മ പറഞ്ഞിട്ട്. ഓ അങ്ങനെ. ലാമി, ലാമി, സെയിം, അപകടം, അപകടം. അയ്യോ അപകടം, ഓടിക്കോ. നിങ്ങൾ എന്താ ഓടാത്തത്? സെയിം, നമ്മുടെ ഹാപ്പി കിഡ് അപകടത്തിലാ. ഹാപ്പി കിഡ് അപകടത്തിലോ? ലുവായ്, എന്താ സംഭവിച്ചത്? നിങ്ങൾ വേഗം വന്നേ, വേഗം വേഗം വാ. നീ കാര്യം എന്താണെന്ന് പറ ലുവായ്. ഹാപ്പി എവിടെ? എന്റെ പിന്നാലെ വാ, വേഗം വാ. കണ്ടോ, ഹാപ്പിയെ ചങ്ങല കൊണ്ട് പൂട്ടിയിട്ടത് കണ്ടോ? അയ്യോ, ഇതെങ്ങനെ? ഹാപ്പി എപ്പോഴാ ഇവിടെ വന്നത്? ഇനി ചിലപ്പോ ഹാപ്പി കിഡിന്റെ ട്യൂബോ മറ്റോ ആയിരിക്കുമോ? അയ്യോ, ദേ ഒരാൾ ഹാപ്പിയുടെ അരികിലേക്ക് വരുന്നു. നേരമൊന്ന് ഇരുട്ടി വെളുക്കട്ടെ. ബനാന കിട്ടാതെ നിന്റെ ശക്തിയെല്ലാം ചോർന്ന് നീ നിൽക്കുമ്പോ നിന്നെ ഞാൻ എന്റെ അടിമയാക്കും. ദുഷ്ടാ, അതാണല്ലേ അപ്പൊ നിന്റെ മനസ്സിലിരിപ്പ്. ചങ്ങല കിട്ട ശക്തിയില്ലാത്ത ഹാപ്പി കിഡിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ എന്തോ കൊടുത്ത് ഹാപ്പി കിഡിനെ മയക്കി കിടത്തിയതാവാനാണ് സാധ്യത. അയാളുടെ തോട്ടത്തിലെ കഴിച്ചാൽ ഉറങ്ങിപ്പോന്ന പഴമുണ്ട്, അത് കൊടുത്തു കാണും. എങ്കിൽ 24 മണിക്കൂർ കഴിയാതെ ഹാപ്പിക്ക് ബോധം തെളിയില്ല. ഒരു സൂത്രം ഒപ്പിച്ചാലോ? എന്ത് സൂത്രം? ആദ്യം നമുക്ക് കുറച്ച് ബനാന കിട്ടണം. വാ. അയ്യോ, എനിക്ക് പറ്റുന്നില്ല. ഒന്ന് വേഗം പിഴുതെടുക്ക്. അയാളെങ്ങാനും കണ്ടാ സംഗതി കുഴപ്പമാകും. ഓ, ദാ കഴിഞ്ഞു ലാമി. സെയിം, ഇനി എന്താ പരിപാടി? ഇനിയാണ് റിസ്ക്. അയാള് കാണാതെ. മയക്കം വിടാനുള്ള സമയമായല്ലോ. ഇപ്പൊ ഉണരും ഭൂതം. ഞാനിതെവിടെയാ? അയ്യോ, ഇതെന്താ ചങ്ങലയോ? എന്താ സംഭവിച്ചത്? ഇനിയെല്ലാം എന്റെ ഇഷ്ടത്തിനനുസരിച്ചേ നടക്കൂ. ചതിയാ, നിങ്ങൾ എന്നെ അഴിച്ചുവിട്, അഴിച്ചുവിടാൻ. നീ വലിയ ശക്തിശാലിയല്ലേ. നോക്കി നിൽക്കേ മഴ പെയ്യിക്കുന്ന മാന്ത്രികൻ. നിനക്ക് കഴിയുമെങ്കിൽ ആ ചങ്ങല പൊട്ടിക്കേ. അയ്യോ, എന്റെ ശക്തി ചോർന്നു പോയല്ലോ. എനിക്ക് ബനാന വേണം, എനിക്ക് ബനാന വേണം. ബനാനയോ? തരാമല്ലോ. പക്ഷേ അതിനു മുൻപ് ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കാമെന്ന് സത്യം ചെയ്യ്. സത്യം ചെയ്താൽ ഈ ദുഷ്ടൻ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കേണ്ടി വരുമല്ലോ. പാടില്ല, അത് പാടില്ല. ഹാപ്പി, ഹാപ്പി, ഫ്രണ്ട്സ്, അസത്തുക്കൾ എല്ലാം നശിപ്പിച്ചു. താങ്ക്സ് ഫ്രണ്ട്സ്. ദുഷ്ടാ, ഇത്രയ്ക്കും ചീത്തയായിരുന്നല്ലേ നിങ്ങള്? ഹാപ്പി, ഇയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അതെന്ത് പറയാനാ? ഇതാ കണ്ടോ. അയ്യോ, എന്നെ കൊല്ലാൻ പോവാണോ? അയ്യോ, എല്ലാം പോയല്ലോ. ഹാപ്പി കിഡ്.